അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നല്ലൊരു ചമ്മന്തിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കി കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ഒരു ചമ്മന്തി ആട്ടോ. അപ്പോൾ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചപ്പോൾ വിറകിൻ്റെ സൗണ്ട് കേട്ടു. വിറക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കെട്ട് വിറക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് കുറച്ച് വയ്ക്കാതെ പോയിട്ടാ. അപ്പോഴത്തേനും ചട്ടിയുടെ അടിയൊക്കെ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ആ കറുത്ത കളർ കേട്ടോ. അപ്പം ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് പൊട്ടിക്കുക, ഒരു 3-4-5 അല്ലി വെളുത്തുള്ളിയും കൂടി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. മുറിക്കൊന്നും വേണ്ട, അരിഞ്ഞെടുക്കുകയൊന്നും വേണ്ട, ഒരു വെളുത്തുള്ളി അങ്ങനെ തന്നെ ഇടാം. അതിങ്ങനെ ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള നമ്മൾ നീളത്തിൽ തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞിട്ട് കൊടുക്കുക. അരിഞ്ഞിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക, വേറെ എണ്ണയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കണേക്കാളും ടേസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ അപ്പം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമ്മളൊരു എന്താ പറയുക, ഈ ഗോൾഡൻ കളർ നന്നായി ഗോൾഡൻ കളർ ആവണ്ട, എന്നാൽ ഏകദേശം ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചമ്മന്തിയാണ് ഞാനിവിടെ നീർദോശയ്ക്ക് എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ. നീർദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചമ്മന്തി ഉണ്ടാക്കാറ്. അതുപോലെ തന്നെ മൈദയും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ദോശ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇത് തന്നെയായിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ദോശയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ ബ്രെഡ് പുഴുങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഈ ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈശമോളും ആചൂട്ടനും ഒക്കെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണതൊക്കെ അവരാണ് കേട്ടോ വന്നിട്ട് ഇളക്കണത്. അപ്പോൾ ഇന്ന് സ്കൂളിലില്ല, ഇതൊന്ന് രാവിലത്തെ വിശേഷങ്ങളാട്ടോ. രാവിലെ ഇന്ന് ഞങ്ങൾക്ക് മൈദയിൽ മുട്ട ഒഴിച്ചിട്ട് നമ്മളൊരു ദോശ ഉണ്ടാക്കുമല്ലോ, ആ ദോശയായിരുന്നു ചായക്ക് കടി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മൾ ഈ ചമ്മന്തി. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റിൽ നമ്മൾ അൻസിയാക്ക് ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നലെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, സുനീറ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സുനീറാക്കും വലിയൊരു ഹായ് കേട്ടോ. ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. തക്കാളി വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിലേക്ക് വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ അന്ന് പൊടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മുളക് എടുത്തേക്കാൻ മറന്നുപോയി, എല്ലാ മുളകും പൊടിപ്പിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വറ്റൽമുളക് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിന് പകരം മുളക് പൊടിയാണ് ചേർക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മുളക് ഉണ്ടെങ്കിൽ മുളക് ചേർത്താൽ മതി, അതാണ് ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലേശം ആദ്യം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം നമ്മുടെ ചമ്മന്തിക്ക് നല്ല കളർ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ, ചമ്മന്തി കാണാൻ. എന്നിട്ട് ഇത് ഈ ഇളക്കി കൊടുക്കുന്നത് ഇഷ്ടമോളാണ് കേട്ടോ. അതാണ് ഈ ഇളക്കണേൻ്റെ ഒരു സ്റ്റൈല്. ഇങ്ങനെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ ആ പാത്രം ഒന്നവിടെ കൊണ്ടുവയ്ക്കാൻ പോകുമ്പോഴേക്കും ഇവിടെ ഇളക്കലായി. അപ്പോൾ പിന്നെ ഞാൻ വന്നിട്ട് അത് വാങ്ങിച്ച് ഇളക്കിയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ഇനി വലുതായി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമ്മുടെ കൂടെ പണികൾ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പാത്രം കഴുകുകയാണെങ്കിലും ഞാൻ കഴുകട്ടെ അമ്മച്ചി പറഞ്ഞിട്ട് വരും. ഇതുപോലെ എന്തെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുകയാണെങ്കിലും അപ്പോഴും വരും. അവളോട് എന്തെങ്കിലും പണികൾ പറയണത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി വലുതായി കഴിഞ്ഞാൽ അവർ പിന്നാലെ നടക്കേണ്ടി വരും, ഒന്നത് ചെയ്യോ ചോദിച്ചിട്ട്. എങ്ങനെയാവും അറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് പണികൾ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എന്താവും അവസ്ഥ അതൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഞാനിത് ആ മിക്സിയുടെ ജാറിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കേണ്ട, 1-2-3 വട്ടം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. എൻ്റെ കുറച്ചും കൂടി അരഞ്ഞ് കൂടുതലായിരിക്കണം, എനിക്ക് ഇത്ര അരയണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അരയ്ക്കുമ്പോൾ വെറുതെ ഇങ്ങനെ നമുക്ക് അതിന് ഉള്ളിലേക്ക് ഒന്ന് കടിക്കാൻ കിടണം, അങ്ങനത്തെ ഒരു ഇതിൽ അരച്ചെടുത്താൽ മതിയിട്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ഞാൻ നന്നായി ചൂടാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പിള്ളേർക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടേസ്റ്റിയുള്ള ചമ്മന്തി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് അരച്ച് നോക്കിയിട്ട് എന്തായാലും എനിക്ക് കമൻറ്റ് അയക്കണം കേട്ടോ. ചിലപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കണം, ഇങ്ങനെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇനി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് അയക്കണേ. പിന്നെ ദോശമാവിൻ്റെ റെസിപ്പി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ദിവസം കാണിക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞങ്ങൾ ചമ്മന്തിയൊക്കെ ആയപ്പോൾ ദോശ കഴിക്കുകയാണ്. രാവിലെ മദ്രസയിൽ ഇന്ന് പരീക്ഷയായിരുന്നു. പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞ് വലിയ ആളായി. കുഞ്ഞൊന്നും ഇപ്പോൾ അങ്ങനെ ക്യാമറയുടെ മുന്നിലേക്കൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഹായ് പറഞ്ഞതാട്ടോ അവൻ. അപ്പോൾ ഐഷമോളും ആച്ചൂട്ടനും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലത്തെ അപ്പോൾ റഷിക്ക എവിടെ ചോദിക്കും. റഷിക്ക ഇവിടെ ഇല്ല. റഷിക്ക പുറത്തേക്ക് പോയിക്കാണ്. അതാണ് കാണാത്ത. കുറേ പേര് ചോദിക്കുന്നുണ്ട് റഷിക്ക പോയോ ചോദിക്കുന്നുണ്ട്. പോയിട്ടില്ല കേട്ടോ. അടുത്ത മാസം പോവുക. ഇവിടെ ഉണ്ട്, വീഡിയോയിലേക്ക് അങ്ങനെ വരുന്നില്ല എന്നുള്ളൂ. ആൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ 4 മണിക്കലത്തെ വിശേഷം കേട്ടോ. ഓരോ യമണ്ടൻ എനിക്ക് വയ്യ. യമണ്ടൻ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കുഴച്ച് ഇതൊക്കെ വരുമ്പോൾ എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. പിന്നെ ഉരുട്ടിയിട്ട് അപ്പം ഞാൻ വലിയ വലിയ കൊഴുക്കട്ടകൾ ഉണ്ടാക്കി വെച്ചോട്ടെ. എങ്ങനെയാണെങ്കിലും തിന്നാൽ പോരെയെന്ന് വിചാരിച്ചിട്ട്. കാണാൻ ഇത്തിരി ഭംഗി കുറവാണെങ്കിലും സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ബാക്കി വന്ന ശർക്കരയും നാളികേരം ഞാനിരുന്ന് കഴിക്കുമ്പോഴാണ് നമ്മുടെ ആച്ചൂട്ടൻ വന്നത്. ആച്ചൂട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടൊക്കെ അത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരാളേനും ഇതുകൊണ്ട് ഒരു എറിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പണി അപ്പം തീരും. അത്രയും വലിയ കൊഴുക്കട്ടയായിരുന്നു. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. കാണുമ്പോൾ ഇത്തിരി അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഞാനതിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആച്ചൂട്ടൻ വന്നിട്ട് ആ പാത്രം അങ്ങോട്ട് തുടച്ച് വൃത്തിയാക്കി തന്നു കേട്ടോ. ശർക്കരയും നാളികേരമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇങ്ങനെ നക്കി തുടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയും കട്ടൻ ചായയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, പിള്ളേരെല്ലാവരും വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കും. കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് ചൂടാറിയിട്ട് കഴിക്കുന്നതാട്ടോ എനിക്കിഷ്ടം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയുള്ളൂ. അപ്പോൾ ഐഷമോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എപ്പോഴെങ്കിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. എപ്പോഴും ഉണ്ടാക്കുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തത്. കുട്ടികൾക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും ഡെയിലി ചായയുടെ കടി ഉണ്ടാക്കിയിരുന്ന ആളാണ്. ഓരോന്ന് കണ്ടുപിടിക്കാനും ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അതൊന്നും ഇഷ്ടമില്ല. അപ്പം മടി കൂടുതലാണ്. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതൊന്നും ഉണ്ടാക്കാനും കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ട് തന്നെ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷൻ കടയിൽ ഇപ്രാവശ്യം നമുക്ക് മട്ടരി ഒന്നും കിട്ടിയില്ല. ഫുള്ള് വെള്ളരി കിട്ടി. അതിൻ്റെ ഒരു സങ്കടം ഉണ്ട് കേട്ടോ. വെള്ളരി വെച്ചെങ്കിൽ എനിക്കിഷ്ടമല്ല. പിള്ളേരൊക്കെ പിന്നെ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ട് അവർക്ക് കുറച്ചൊക്കെ ശീലമുണ്ട്. എനിക്ക് തീരെ പറ്റില്ല. അപ്പോൾ റേഷൻ കടയിലൊക്കെ പോയി വന്നപ്പോൾ എനിക്കൊരു തലവേദന എന്ന് പറഞ്ഞാൽ ചെന്നിക്കുത്ത് പോലെ ഒരു തലവേദന. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ അവിടെ അപ്പുറത്തെ റൂമിൽ ഇരുന്നിട്ട്, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞു വോയിസ് കൊടുക്കുന്നുണ്ട്. ഉമ്മച്ചി കിടക്കുകയാണ്, ഉപ്പ അവിടെ കിടക്കുന്നുണ്ട്, പിള്ളേർ അവിടെ മുട്ട മേടിച്ച് കൊടുത്തിട്ട് എനിക്ക് വറക്കാൻ വയ്യാണ്ട് തല വെച്ചിട്ട് വയ്യാ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കിടന്നതാണ്. പിന്നെ റേഷിക്ക മുട്ടയൊക്കെ വറുത്ത് കൊടുത്തു കേട്ടോ അവർക്ക്. ഞാനും 2 സൈഡിൽ നമുക്ക് തന്നെ ഒരു കുത്തുമല്ലോ, കഫക്കെട്ടിൻ്റെ ആയിരിക്കും അത്. അപ്പോൾ ഞാനവിടെ കിടന്നു. അപ്പോൾ ഇവിടെ അവർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാരണമാണ് ഞാൻ അപ്പുറത്തെ റൂമിൽ പോയിരുന്നത്. ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ രക്ഷിക്കത് അവിടെ കിടക്കുന്നുണ്ട്. പിള്ളേരിരുന്നിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. പഠിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരുന്ന് കളിക്കണത്. അവരെന്തോ ലൂഡോ എന്തോ കൊണ്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ രാത്രിയായി നമ്മൾ പുകയ്ക്കും. നല്ല കൊതുകുണ്ട്. അപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് വന്ന സാധനങ്ങളൊക്കെ അങ്ങനെ ഹാളിൽ കൊടുന്ന് വെച്ചേക്കട്ടോ. അപ്പോൾ കുഞ്ഞുവിന് ഞാൻ കിടക്കുന്നുണ്ടെങ്കിൽ അവനൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്കും വെച്ചേ പറഞ്ഞിട്ട് കിടക്കാൻ സൗകര്യം തരില്ല കേട്ടോ. അവൻ അടുത്തുനിന്ന് പോവില്ല, എന്താണാവോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ എനിക്ക് ശരിയായിട്ടാണ്. പിന്നെ എനിക്ക് ചോറൊക്കെ കഴിച്ചപ്പോൾ പിന്നെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്നെ വിളിക്കുക. അപ്പോൾ എനിക്ക് വയ്യ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആ ഉപ്പാനെ പോയി വിളിച്ചിട്ട് മുട്ടയൊക്കെ അവർ വറുത്തു വിട്ടു. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.